ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ടീ പാർട്ടി വ്ളോഗുമായിട്ടാണ്. വൈകുന്നേരം വിരുന്നുകാർ വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സിമ്പിൾ റെസിപ്പീസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കാം. അപ്പോൾ ഇത് ആദ്യത്തെ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടത് വെള്ളക്കടലയാണ്. ഇത് തലേദിവസം ഞാൻ കുതിർത്ത് വെച്ചതാണ്. നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു 4 മണിക്കൂർ കുതിർത്ത് വെച്ചാൽ മതി കേട്ടോ. അത് നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം. അതിനായിട്ട് ഇതാ ചെറിയ പീസ് ഉള്ളി, 2 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, ഒരു കൈപ്പിടി നിറയെ മല്ലിയില, പിന്നെ ചെറിയ ജീരകയില്ലേ ക്യുമിൻ സീഡ്, അതൊരു ടീസ്പൂണും 6-7 അല്ലി വെളുത്തുള്ളിയും. അപ്പം ഈ അളവ് കറക്റ്റായിട്ട് എടുക്കുക കേട്ടോ. 1 കപ്പ് കടലേൻ്റെ അളവാണ് 250 ml കപ്പിലാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പം ഇതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഫലാഫിലാണ്. ഫലാഫിലിൻ്റെ തന്നെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നത്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി മിക്സിയുടെ ചെറിയ ജാറില്ലേ അതിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ മൊത്തത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കലാണ്. അതിനുവേണ്ടിക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയാണ് എടുക്കുന്നത്. ഇനിയിപ്പം ചൂടായിട്ട് വന്ന എണ്ണയിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലോ ഇല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലോ കുക്കാക്കി എടുക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടല നല്ലോണം വെന്ത് വരണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് നല്ലോണം അരച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷാക്കി എടുത്താൽ മതി. എന്നാലാണ് ഫലാഫിലിൻ്റെ ആ ഒരു കറക്റ്റ് ടെക്സ്ചർ ഉണ്ടാവുക. ഇനിയിപ്പോൾ ഞാൻ ചൂടായി വന്ന എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്രൈ ആക്കി എടുക്കുക. ഗോൾഡൻ കളറായിട്ട് വരുന്നവരെ ഈ ഒരു കളറായിട്ട് വരുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ തന്നെ കുക്കാക്കി എടുക്കുക. എന്നാൽ മാത്രമേ ഉൾഭാഗം വെന്ത് കിട്ടൂ കേട്ടോ. ഇനിയിപ്പോൾ കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫലാഫിൽ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ് ഹുമൂസിൻ്റെ കൂടെയോ മയോണൈസിൻ്റെ കൂടെയോ കഴിക്കാൻ വേണ്ടിക്ക്. ഇനിയിപ്പോൾ ബാക്കിയുള്ള ഫലാഫിലൂടെ ഞാൻ ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. വൈകുന്നേരം ഈവനിങ് സ്നാക്ക് ആയിട്ടെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി അല്ലേ. പിന്നെ ഇതിൻ്റെ തന്നെ ആ ഒരു ബർഗർ രൂപത്തിലാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. ഒരു സാൻഡ്വിച്ച് ടൈപ്പിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് കുബൂസിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഒരു സാൻഡ്വിച്ച് ടൈപ്പിൽ ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ബെന്നിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം. അതെല്ലാം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിക്ക് ഹുമ്മൂസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഹുമ്മൂസിൻ്റെ പെർഫെക്റ്റ് റെസിപ്പി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കണ്ടുനോക്കുക. പിന്നെ മയോണൈസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മയോണൈസിൻ്റെ റെസിപ്പി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ഇൻഷാ അല്ലാ ചെയ്യാം. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച ഫലാഫിലില്ലേ, ഇതിങ്ങനെ തന്നെ കഴിക്കാൻ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പം അതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കൈപ്പിടി നിറയെ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത്. പിന്നെ ഇത് ഞാൻ വിനെഗറിൽ ഇട്ട് വെച്ച മുളകാണ് കേട്ടോ. ഫുള്ളായിട്ട് മുളക് വിനെഗറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, കക്കിരി, ബീട്രൂട്ട് ഇതെല്ലാം ഉപ്പിലിട്ട് വെച്ചതാണ് കേട്ടോ. തലേദിവസമോ അല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ വിനെഗറിൽ ഇട്ട് വെക്കുവാണെങ്കിൽ തലേദിവസം ചെയ്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളവും വിനെഗറും ഉപ്പും ചേർത്തിട്ടാണ് ഇട്ട് വെക്കുന്നുണ്ടെങ്കിൽ ഒരു 2-3 ദിവസം മുമ്പേ ഇട്ട് വെക്കണം കേട്ടോ. ഞാനിപ്പം തലേദിവസമാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പം അവർ വരുന്നതെന്ന് പറഞ്ഞപ്പം ഇട്ട് വെച്ചതാണ് കേട്ടോ തലേദിവസം. അപ്പം ഞാനിതിൽ കാണിക്കുന്നത് 9 സ്നാക്ക് റെസിപ്പിയാണ്. അപ്പം ആദ്യത്തെ റെസിപ്പി ഫലാഫിൽ, അത് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഇപ്പം രണ്ടാമത്തത് ഉണ്ടാക്കുന്നത് ഫലാഫിൽ ഈ ഒരു ബർഗർ ടൈപ്പിൽ സാൻഡ്വിച്ചെന്നോ എന്തെങ്കിലും പറയാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഒരു ബന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഹുമ്മൂസ്, ഞാൻ നേരത്തെ പറഞ്ഞാലും ഹുമ്മൂസിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഇർഫാന ഷംഷീർ ഹുമ്മൂസ് റെസിപ്പി എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. അപ്പം ഹുമ്മൂസ് ആദ്യം പുരട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫലാഫിൽ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് അതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുക. ഞാനിപ്പം 3 പീസ് ഫലാഫിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മയോണൈസില്ലേ അതിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് നമ്മൾ ഉപ്പിലിട്ട് വെച്ച ഐറ്റംസ് ഇല്ലേ അതിട്ട് കൊടുക്കുക. പിന്നെ നിങ്ങളെ കയ്യിൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക. അതെല്ലാം വെച്ച് കൊടുത്തതിനാൽ കൂടുതൽ ടേസ്റ്റി ആയിട്ട് മാറും കേട്ടോ. പിന്നെ വെജീസൊന്നും കഴിക്കാത്ത കുട്ടികളാണെങ്കിലും ഇത് കഴിക്കും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പം ഈവനിങ് സ്നാക്കായിട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ഡിന്നർ ഐറ്റം എല്ലാം ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ്. ഇതിന് മുകളിലായിട്ട് വീണ്ടും ഞാൻ മല്ലിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കവർ ചെയ്യാനുള്ള ബന്നിലേക്ക് ഞാൻ വീണ്ടും മയോണൈസാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കവർ ചെയ്യാം. പിന്നെ ഞാൻ പറയാൻ വിട്ടത്, നമ്മൾ ഫലാഫിൽ ഉണ്ടാക്കുമ്പം മല്ലിയിലക്ക് പുറമെ പാസ്ലി ലീഫും കൂടി
ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പം നമ്മളെ നാട്ടിൽ പാസ്ലി ലീഫ് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം മല്ലിയില തന്നെ ഇട്ട് കൊടുത്തേ. കുഴപ്പമൊന്നുമില്ല, അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഇല്ലാന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കലാണ്. ഞാനിതിൻ്റെ റോളിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്, കാണാത്തവർ അത് കണ്ടോക്കാം കേട്ടോ. 1 വർഷം മുന്നേ എങ്ങാനും ഇത് റോൾ ചെയ്തെടുക്കുന്ന ആ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫലാഫിൽ റോളിൻ്റെ കുബൂസ് വെച്ചിട്ടാണ് ചെയ്തെടുത്തത്. ഇതിപ്പം എന്താ പറയുക, ബന്ന് വെച്ചിട്ട് ബർഗർ ടൈപ്പിൽ ചെയ്തെടുക്കുന്നതാണ്. രണ്ടും സെയിം മെത്തേഡ് തന്നെയാണ്. ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഇതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. പിന്നെ ഇത് 2 രീതിയിൽ സെർവ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫലാഫിൽ മാത്രമായിട്ട് സെർവ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ബർഗറായിട്ടും സെർവ് ചെയ്യാം. അപ്പോൾ ഇതാ അടുത്ത റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഫലാഫിൽ ഫ്രൈ ആക്കിയ ഓയിൽ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തത്. ഏത് ഓയിലായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇതാ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് എന്താ പറയുക, എല്ലില്ലാത്ത ചിക്കനാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് ഗരം മസാല പൗഡറും ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇത് പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പിസ്സ റെസിപ്പിയാണ് ഞാനിതിൽ ഷെയർ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഫ്രൈ ആക്കി എടുക്കുക. ഇതിലേക്ക് മുളക്, മല്ലി ഒന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഗരം മസാല പൗഡറും ഉപ്പും മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സ റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിക്ക് ഞാൻ കുബൂസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കുബൂസിൻ്റെ പെർഫെക്റ്റ് റെസിപ്പി വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ഒരു പാർട്ടി വ്ളോഗിൽ, ഡിന്നർ പാർട്ടി വ്ളോഗിൽ ചെയ്തിട്ടുണ്ട്. 2-3 ദിവസം മുമ്പേ അപ്ലോഡ് ചെയ്തതാണ്. കാണാത്തവർ കണ്ടോക്കാം കേട്ടോ. അപ്പോൾ കുബൂസ് 5 പീസ് കുബൂസ് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ്. എന്നിട്ട് ഒറിഗാനോ ഇട്ട് കൊടുക്കുക, റെഡ് ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ പിസ്സ സോസ് ഉണ്ടെങ്കിൽ പിസ്സ സോസ് തന്നെ ചേർത്ത് കൊടുക്കുക. പിസ്സ സോസ് ഉണ്ടാക്കുന്നതാണെങ്കിലും കുറച്ചുകൂടി നല്ലത് തന്നെയാണ്. ഞാനിപ്പം ഇല്ലാത്തതുകൊണ്ടും എളുപ്പത്തിന് വേണ്ടിക്കും ടൊമാറ്റോ കെച്ചപ്പാണ് എടുത്തിട്ടുള്ളത്. കുഴപ്പമൊന്നുമില്ല, സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഒരു വെളുത്തുള്ളിൻ്റെ ആ ഒരു ടേസ്റ്റ് വരില്ലാന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിന് മുകളിലായിട്ട് മോസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം ചീസ് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ, എന്നാലാണ് പിസ്സക്ക് നല്ലോണം ചീസി ആയിട്ട് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഫ്രൈ ആക്കി വെച്ച ചിക്കനില്ലേ, അതാണ്. ഗരം മസാല പൗഡറും ഉപ്പും മാത്രം ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുത്തതാണ്, എന്നാലാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അധികം എന്നോട് കമൻറ്റിൽ ചോദിക്കലുണ്ട് ഓരോരോ റെസിപ്പീസിൽ എന്തിട്ടാ മഞ്ഞൾപ്പൊടി ചേർക്കാത്തതെന്ന്. ചിക്കൻ ഫ്രൈയിലൊന്നും ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കലില്ല കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് കുറയും. മല്ലി മഞ്ഞളെല്ലാം ചിക്കൻ ഫ്രൈയിൽ ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് നല്ലോണം വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ചേർക്കാത്തത്. ഇനിയിപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ക്യാപ്സിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു കളർ ക്യാപ്സിക്കം തന്നെ വേണമെന്നില്ല, ഗ്രീൻ കളറായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പം കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് യെല്ലോ കളറും റെഡ് കളറും എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഗ്രീൻ കളർ ക്യാപ്സിക്കം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത മല്ലിയിലയാണ്, ഒരു ഗ്രീനിഷ് കളർ കിട്ടാൻ വേണ്ടിക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത മല്ലിയിലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്താ പറയുക, കഴിഞ്ഞ 2-3 ദിവസത്തെ വീഡിയോസിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. എല്ലാവരും കമൻറ്റ് വായിച്ചിട്ടുണ്ട്. റിപ്ലൈ തരാൻ ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. എന്തായാലും കമൻറ്റിലുള്ള മറുപടി തരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഷെയർ ചെയ്തിട്ട് ഫാമിലി ഗ്രൂപ്പിലേക്കെല്ലാം ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മല്ലിയിലയാണ് ഞാൻ ഗ്രീൻ ക്യാപ്സിക്കത്തിന് പകരം ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ഗ്രീൻ ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ. ഇനിതാ ഇതിന് മുകളിലായിട്ട് വീണ്ടും ഞാൻ മൊസറല ചീസ് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിന് മുകളിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റെഡ് ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കാം, ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒറിഗാനോ ചേർക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. ഇനിതാ ഇതിന് മുകളിലായിട്ട് ഞാനിതാ ബ്ലാക്ക് ഒലീവ്സാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ഒലീവ്സ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക, അടിപൊളി തന്നെയാണ്. ഇനിയിപ്പോൾ ജസ്റ്റ് ഈ ഒരു ചീസ് മെൽറ്റായിട്ട് വരുന്നത് വരെ നമുക്ക് ഓവനിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കാം. നമ്മൾ താലിയിലെ കുബൂസ് അല്ലേ, അത് കുക്കായിട്ട് വന്നത് തന്നെയാണ്. അതുകൊണ്ട് മുകൾ ഭാഗത്തുള്ള ചീസൊന്നും മെൽറ്റായിട്ട് ആ ഒരു പിസ്സൻ്റെ ടെക്സ്ചർ കിട്ടാൻ വേണ്ടിക്ക് മാത്രം പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 5-10 മിനിറ്റ് ജസ്റ്റ് മുകൾ ഭാഗം മാത്രം ചൂട് വരുന്ന രീതിയിൽ ചൂടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഇത് ഓവനിൽ തന്നെ ചെയ്തെടുക്കണമെന്നില്ല. നമ്മൾ പാനിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്കാക്കി എടുത്താൽ മതി. ജസ്റ്റ് മുകൾ ഭാഗത്തുള്ള ഒരു ചീസ് മെൽറ്റായിട്ട് വന്നാൽ മാത്രം മതി. പിന്നെ എൻ്റെ ചാനലിൽ ഇതുവരെ പിസ്സ റെസിപ്പി പെർഫെക്റ്റ് പിസ്സ ചെയ്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് പിസ്സൻ്റെ റെസിപ്പി ചെയ്യാം കേട്ടോ.
അപ്പം പിസ്സ കുക്കാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം അടുത്ത റെസിപ്പി നോക്കാം. അടുത്ത റെസിപ്പി ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ പോപ്സ് ആണ്. ക്രിസ്പി ചിക്കൻ പോപ്സ് ആണ്. അതിനായിട്ട് ഇതാ 1 കപ്പ് 250 ml കപ്പിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് കോൺഫ്ലോർ. ഇതിലേക്ക് റെഡ് ചില്ലി ഫ്ലേക്സ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ തന്നെ റെഡ് ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. എന്താ പറയുക, ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളറ് മാറിപ്പോകുന്നതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലോടുകൂടിയ ചിക്കന് ചില്ലി പീസാക്കിയിട്ട് ചില്ലി പീസിലും ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 മുട്ടയും ഞാൻ നേരത്തെ ചേർത്ത് കൊടുത്ത ഐറ്റംസ് തന്നെയാണ്. എന്താ പറയുക, ഉപ്പ്, ഗരം മസാല പൗഡർ, മുളക് പൊടി 1/2 ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കാം. അപ്പം നമ്മൾ ഫ്രൈഡ് ചിക്കനെല്ലാം ചെയ്യൂലേ അതുപോലെ തന്നെയാണ്. പിന്നെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടില്ല. അത് ചേർത്ത് കൊടുക്കേണ്ട, ടേസ്റ്റ് നല്ലോണം മാറിപ്പോകും കേട്ടോ. ഞാനീ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് കറക്റ്റ് ഫോളോ ചെയ്യുക. എന്നിട്ട് എന്താ പറയുക, ഈ മൈദൻ്റെ മിക്സിയിലിട്ടിട്ട് ചിക്കന് കൊട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. എണ്ണ നല്ലോണം ചൂടായിട്ട് വരണം. ഏത് ഓയിലായാലും കുഴപ്പമില്ല, റിഫൈൻഡ് ഓയിലായിരുന്നെങ്കിൽ കൂടുതൽ നല്ലതാട്ടോ. പിന്നെ ഞാൻ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പി ചെയ്തപ്പം മൈദാപ്പൊടിയിൽ മിക്സ് ആക്കിയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് കുറേ കമൻറ്റ് കണ്ടിട്ടുണ്ടായിന്. ഇല്ല കേട്ടോ, കോൺഫ്ലോറും മൈദയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കോൺഫ്ലോർ ചെയ്തെടുക്കുമ്പം കുറച്ചും കൂടി ക്രിസ്പി ആവും. അപ്പം കോൺഫ്ലോറിൽ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ മൈദയിൽ ചെയ്തെടുക്കുമ്പം എന്തായാലും എന്താ പറയുക, ആ ഒരു പെർഫെക്റ്റ് ടെക്സ്ചർ കിട്ടൂല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ചിക്കൻ ഓരോന്നായിട്ട് ചൂടായിട്ട് വന്ന എണ്ണയിൽ, നല്ലോണം ചൂടായ എണ്ണയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ്റെ ഉൾഭാഗവും പുറം ഭാഗവും ഒരുപോലെ കുക്കായിട്ട് വരുന്ന രീതിയിൽ കുക്കാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഇതിങ്ങനെ തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പം ചിക്കൻ പോപ്കോൺ കുറച്ച് ഒരു പ്ലേറ്റിൽ സെർവ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ സിംഗർ ബർഗറില്ലേ അത് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം പോപ്കോണായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ കട്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ സിംഗർ ബർഗറായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ പീസിൽ തന്നെ ചിക്കന് കട്ടാക്കിയിട്ട് അങ്ങനെ ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇതിപ്പം ഞാൻ 2 രീതിയിൽ സെർവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെറിയ പീസായിട്ട് കട്ടാക്കി എടുത്തത്. ഇനിയിപ്പം നമ്മുടെ ബർഗർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ബൻ എടുത്തിട്ടുണ്ട്. ബന്ന് ഇതുപോലെ കട്ടാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് മയോണീസും പിന്നെ ടൊമാറ്റോ കെച്ചപ്പുമാണ്. ഞാനിപ്പം മയോണീസും ടൊമാറ്റോ കെച്ചപ്പും കൂടി രണ്ടും കൂടി മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റെഡ് ചില്ലി ഫ്ലെക്സ് എല്ലാം ചേർത്ത് കൊടുക്കുക. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ പോപ്കോണും റെഡിയാക്കിയിട്ടുണ്ട്. ഞാനിപ്പം എല്ലോട് കൂടിയതും എല്ലില്ലാണ്ടും 2 രീതിയിൽ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത പീസ് നമ്മൾ ബർഗറിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാനാണ്. ഇനിയിപ്പം നമ്മൾ കസിൻ്റെ ലീഫും പിന്നെ കുക്കുംബറില്ലേ കക്കിരിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഒരു പീസ് ബെന്നിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ മിക്സ് ആക്കി വെച്ച കെച്ചപ്പും മയോണീസും കൂടി പുരട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കസിൻ്റെ ലീഫ് ലെറ്റ്യൂസില്ലേ അത് വെച്ച് കൊടുക്കുക. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ കുക്കുംബർ കക്കിരി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ കുക്കാക്കി വെച്ച ചിക്കൻ പോപ്സില്ലേ എല്ലില്ലാത്ത പീസ് മാത്രമാണ് ഞാൻ ഇതിൽ വെച്ച് കൊടുക്കുന്നത്. നിങ്ങളിങ്ങനെ സിംഗർ ബർഗറായിട്ടാണ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ വലിയ ബോൺലെസ് പീസ് ചിക്കൻ ഉണ്ടാവില്ലേ, ബ്രസ്റ്റ് പീസ് ചിക്കന് ഫ്രൈ ആക്കി എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബന്നിലേക്ക് വീണ്ടും ഞാൻ മയോണീസും കെച്ചപ്പും കൂടിയിട്ടുള്ള മിക്സ് തന്നെയാണ് പുരട്ടി കൊടുക്കുന്നത്. എന്നിട്ട് ഇത് കവറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സിംഗർ ബർഗറും കൂടി റെഡി ആയിട്ടുണ്ട്. ഇത് 2 രീതിയിലാണ് ഞാൻ സെർവ് ചെയ്തത്. പോപ്കോണായിട്ടും ബർഗറായിട്ടുമാണ് സെർവ് ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് നവാബി സമായി ആണ്. അടിപൊളി ടേസ്റ്റുള്ളൊരു ഡെസേർട്ടാണ്. ഞാൻ മധുരമായിട്ട് ഇത് മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, വേറെ സ്നാക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതിനായിട്ട് ഇത് 500 ഗ്രാം സേമിയ, നേരിയ സേമിയയില്ലേ അത് പൊടിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പാൽപ്പൊടിയും 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കി എടുക്കുക. കൈവച്ചിട്ട് തന്നെ നല്ലോണം എല്ലാ ഭാഗത്തും ഈ പൗഡേഴ്സ് എല്ലാം വരുന്ന രീതിയിൽ മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതിലേക്ക് 1 ബട്ടറില്ലേ അത് മെൽറ്റാക്കിയിട്ടും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിലേക്ക് ബട്ടറിൻ്റെ അളവ് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ എന്താ പറയുക കുറച്ചുകൂടി കൂടുതൽ ബട്ടർ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പം 1 ബട്ടറാണ് ഇട്ട് കൊടുത്തത്.
ബട്ടറും കൂടി എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കൈവച്ചിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഒരു പാൻ എടുക്കുക, അതിലിട്ടിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ സേമിയ ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. കളറൊന്ന് ചേഞ്ച് ആയിട്ട് വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതാ ഇതിലെ ക്രീം റെഡിയാക്കാൻ വേണ്ടിക്ക് ഞാൻ 2 പാക്കറ്റ് പാല് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോറിൽ കുറച്ച് വെള്ളവും കൂടി മിക്സ് ആക്കി എടുത്തതാണ്. പാല് തിളച്ച് വരുന്ന ടൈമിൽ പാലിൻ്റെ തീ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. എന്നിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക. പാല് തിളക്കുന്ന ടൈമിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കുറുകി വരാൻ ടൈം എടുക്കും കേട്ടോ. ഇതാ പാലിലേക്ക് ഞാൻ കോൺഫ്ലോറും വെള്ളവും കൂടിയുള്ള മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടിന്ന് മിൽക്ക് മെയ്ഡാണ്. ഇതെന്തായാലും ചേർത്ത് കൊടുക്കുക കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഏലക്ക പൊടിച്ചത് 2-3 ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് വനില എസൻസ് ചേർത്ത് കൊടുക്കുന്നെങ്കിൽ ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ കുക്കാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാല് തിളച്ച ടൈമിൽ നമ്മൾ കോൺഫ്ലോർ ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ക്രീമും കൂടി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിനി ഞാൻ കുക്കിംഗ് ചാനൽ തുടങ്ങാൻ മെയിൻ കാരണം ഈ ഒരു നവാബി സമായി പുഡിംഗ് ആണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏതോ മലയാളം ചാനൽ നവാബി സമായിൻ്റെ റെസിപ്പി കണ്ടപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് തോന്നിയിട്ട് വീട്ടിൽ ചെയ്തെടുത്തു. വീട്ടിൽ ചെയ്തേരം പാൽപ്പൊടിയും പഞ്ചസാരയും മിൽക്ക് എന്താ പറയുക ഈ ഒരു ബട്ടറെല്ലാം അവർ പാനിൽ തന്നെ ഡയറക്റ്റ് ഇട്ടിട്ട് ചൂടാക്കി എടുക്കാനാണെന്ന് പറഞ്ഞത്. അപ്പം പാൽപ്പൊടിയും പഞ്ചസാരയും എല്ലാം കട്ട കെട്ടിയിട്ട് മൊത്തത്തിൽ ഫ്ലോപ്പായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വീണ്ടും ഇത് കണ്ടപ്പം ടേസ്റ്റി ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഞാനത് ശരിയാക്കി എടുക്കാൻ വേണ്ടിക്ക് ഒരു പാത്രത്തിൽ ആദ്യം ഈ ഒരു പാൽപ്പൊടിയും പൊടിച്ച പഞ്ചസാരയും ബട്ടറും കൂടി മിക്സാക്കി എടുത്ത ശേഷം പാനിലിട്ട് ചൂടാക്കി. അപ്പോഴാണ് കേട്ടോ പെർഫെക്റ്റ് ആയിട്ട് വന്നത്. അതിന് ശേഷമൊന്ന് ഞാൻ ഈ റെസിപ്പി വീഡിയോ നമുക്ക് യൂട്യൂബിൽ എന്തുകൊണ്ട് അപ്ലോഡ് ചെയ്തുവിടാമെന്ന് വിചാരിച്ചേ. അതിനുശേഷമൊന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അടുത്ത ലെയറായിട്ട് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച സേമിയ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ നവാബി സമായി റെഡി ആയിട്ടുണ്ട്. നവാബി സമായി എന്ന് തന്നെയാണെന്നോ പറയലെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇതിന് മുകളിലായിട്ട് ഞാൻ ബദാമാണ് വെച്ച് കൊടുത്തത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പി നോക്കാം. അടുത്ത റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിക്ക് ഞാൻ ഇപ്പി നൂഡിൽസാണ് എടുത്തിട്ടുള്ളത്. മാഗിയോ ഏതെങ്കിലും നൂഡിൽസ് എടുക്കാം കേട്ടോ. പാനിൽ വെള്ളം നല്ലോണം ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നൂഡിൽസ് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ഇപ്പി നൂഡിൽസ് എങ്ങനെയാണോ കുക്കാക്കി എടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് കുക്കാക്കി എടുക്കുന്നത്. ഇതിൻ്റെ മസാല പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നൂഡിൽസ് റെഡിയാക്കുന്ന ആ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കുക. ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രൈ ആക്കി എടുത്ത ചിക്കൻ ചേർത്ത് കൊടുക്കുക, വെജീസ് എല്ലാം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഞാനിപ്പം നൂഡിൽസ് നമ്മൾ സാധാ എങ്ങനെയാണോ കുക്ക് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് കുക്കാക്കി എടുക്കുന്നത്. അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ചീസി ന്യൂഡിൽസാണ്. അതിനായിട്ട് ഒരു ഓവനിൽ വെക്കാൻ പറ്റിയ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ കുക്കാക്കി എടുത്ത ന്യൂഡിൽസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ തന്നെ സെർവ് ചെയ്യണമെന്നില്ല. ചെറിയ ചെറിയ കപ്പിൽ ഈ നൂഡിൽസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ ചീസ് ഇട്ട് കൊടുത്തിട്ട് സ്റ്റീം ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. നൂഡിൽസ് ഇട്ട് കൊടുത്ത ശേഷം ഇതിന് മുകളിലായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് സ്ലൈസ് ചീസാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കുക. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. ഇതിന് മുകളിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിപ്പം ഏറ്റവും സിമ്പിളായിട്ട് ഈവനിങ് സ്നാക്കായിട്ട് കുട്ടികൾക്കോ ഇല്ലാന്നുണ്ടെങ്കിൽ ഗസ്റ്റെല്ലാം വരുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇതിന് മുകളിൽ ചിക്കനോ ഇല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പോ എല്ലാം ചേർത്ത് കൊടുക്കുക. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതാ സ്ലൈസ് ചീസില്ലേ മൊത്തത്തിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 6 പീസ് സ്ലൈസ് ചീസ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് റെഡ് ചില്ലി ഫ്ലെക്സ് ആണ്. ഒറിഗാനും കൂടി ഇട്ട് കൊടുക്കുക. ഒലീവ്സ് എല്ലാം ഉണ്ടെങ്കിൽ ഒലീവ്സും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരത്തെ പിസക്ക് ചെയ്ത പോലെ ജസ്റ്റ് ഇതിന് മുകളിലുള്ള ചീസൊന്നും മെൽറ്റായിട്ട് വരാൻ മാത്രം ഓവണിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഓവൺ ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീമറിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മുകളിലുള്ള ചീസൊന്ന് മെൽറ്റായിട്ട് വരുന്നത് വരെ ചൂടാക്കിയെടുക്കുക. ഞാനിപ്പം ഒരു 10 മിനിറ്റ് ഓവണിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. ഇത് 9 ഐറ്റംസോളം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ എന്താ പറയുക കടല മസാലയും കൂടി റെഡിയാക്കിയിട്ടുണ്ട്. അതെല്ലാം എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് അതിൻ്റെ റെസിപ്പി വീഡിയോ ചെയ്തിട്ടില്ല.
പിന്നെ ഞാൻ ഇങ്ങനെ തന്നെയല്ല കേട്ടോ കുക്കാക്കി എടുത്ത് എല്ലാം ആദ്യം റെഡിയാക്കി എടുത്തിട്ട് കടല വേവിച്ച് വെക്കും, ചിക്കൻ ഫ്രൈ ആക്കി വെക്കും, ചിക്കൻ പോപ്സിൻ്റെ മസാല റെഡിയാക്കി വെക്കും, എല്ലാം ചെയ്തിട്ടാണ് ഓരോന്നും സെറ്റാക്കി എടുത്തത്. പക്ഷേ നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഓരോ റെസിപ്പി ആയിട്ട് കാണിച്ചത് കേട്ടോ. പിന്നെ ആ ഒരു ബോൾസില്ലേ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നവാബിസമായി ഉണ്ടാക്കിയ സേമിയ ബാക്കി ഉണ്ടായിട്ടുണ്ടായിനി, അതിലേക്ക് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് ബോൾസ് ആക്കി എടുത്തതാണ്. നല്ല ടേസ്റ്റാണ്. അത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ ഇതാ ഫലാഫിൽ ബർഗറും ഫലാഫിലും, പിന്നെ കടല മസാല, നവാബിസമായി ഡെസേർട്ട്, പിന്നെ പിസ്സ, പിന്നെ സിംഗർ ബർഗർ, ചിക്കൻ പോപ്സ്, പിന്നെ ഇതാ സേമിയ വെച്ചിട്ടുള്ള ആ ഒരു ബോൾസ്. ഇത് സ്പെഷ്യൽ റെസിപ്പിയാണ്. ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കട്ടോ. ഇതിൽ ബദാമോ അല്ലാന്നുണ്ടെങ്കിൽ വാൾനട്ടോ എല്ലാം വെച്ചിട്ട് അങ്ങനെ ബോൾസാക്കി എടുത്താലും അടിപൊളി തന്നെയാണ്. മാഷാ അല്ലാ, എല്ലാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ കാണുന്ന പോലെ തന്നെയാണ്, അടിപൊളി ടേസ്റ്റുമാണ്. ആരെങ്കിലും വിരുന്നുകാർ വരുവാണെന്നെങ്കിൽ ഇതെല്ലാം ഒന്ന് ട്രൈ ആക്കി നോക്കുക. ഇല്ലെങ്കിൽ കുട്ടികൾക്ക് ഓരോന്നായിട്ട് ഉണ്ടാക്കി കൊടുത്തു നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് അവർ വരാൻ പോകുന്ന ആ ഒരു ടൈമിൽ എല്ലാം തണ്ണിട്ടുണ്ടായിനി, ചൂടോടുകൂടി സെർവ് ചെയ്യലാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഇത് ഓവളിൽ വെച്ചിട്ട് മൊത്തത്തിൽ ഓവളിൽ വെച്ചിട്ട് അങ്ങനെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ടേബിളിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പിസ്സ ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പീസാണ്. നമ്മൾ 9 സ്നാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഒരു സ്നാക്കിൽ തന്നെ 2 സ്നാക്സാണ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിനി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാ, അസ്സലാമു അലൈക്കും, ബൈ.